ഇപ്പോൾ സാമൂഹ്യ നിരീക്ഷകൻ റജി ലൂക്കോസ് കൂടി നമുക്ക് ചേരുന്നു. ശ്രീ റജി ലൂക്കോസ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വാർത്തകൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഒരുപക്ഷെ ഇത്തരത്തിൽ ഈ സ്ത്രീകളെ ചതിയിൽപ്പെടുത്താൻ കഴിയുന്നവർക്കുള്ള പുതിയ മാർഗ്ഗങ്ങൾ, ഒരുപക്ഷെ രാഹുൽ ലെസൺ എന്ന് പറഞ്ഞൊരു ലെസൺ കൂടി ഇക്കാര്യത്തിൽ ഉൾപ്പെടുത്തേണ്ടി വരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ ഈ ജിമെയിൽ വഴി അടക്കം ആണ് ഈ പിടിക്കപ്പെടാതിരിക്കാൻ ചാറ്റിംഗ് നടത്തിയത്. അതോടൊപ്പം തന്നെ ടെലിഗ്രാം വഴി ഏതൊക്കെ സമൂഹ മാധ്യമത്തിൻ്റെ പുതിയ സാങ്കേതികവിദ്യകൾ ഏതൊക്കെ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാൻ കഴിയുമോ അതെല്ലാം അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ കോൺഗ്രസിൽ നിന്ന് രാഷ്ട്രീയ പാഠങ്ങൾ പഠിച്ചതിനേക്കാൾ ഏറെ കാലം പഠിച്ചത് ഇത്തരത്തിൽ എങ്ങനെ സ്ത്രീകളെ പീഡിപ്പിക്കാമെന്നതിനെക്കുറിച്ചാണെന്ന് തോന്നുന്നു. ശ്രീ റജി ലൂക്കോസ്. അയാളെ ബ്ലോക്ക് ചെയ്തൊരു പെൺകുട്ടിക്ക് അയാൾ ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചു. അപ്പൊ അയാൾ എത്ര വിദഗ്ധനാണെന്ന് ആലോചിച്ച് നോക്കിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരുപാട് സ്ത്രീ പീഡകരെ കുറിച്ച്, ഇപ്പൊ ബ്രിജ്ഭൂഷണെ കുറിച്ചും പ്രജ്വൽ രേവണ്ണനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇയാളെപ്പോലെ ഒരു മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നത്. അതുകൊണ്ടാണല്ലോ ദേശീയ മാധ്യമം ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യയുടെ ചരിത്രത്തിലെ വ്യത്യസ്തമായ ഒരു സ്ത്രീ പീഡകൻ എന്നുള്ളവരും. അത് തന്നെയുമല്ല, ഇയാളെ സംബന്ധിച്ചോളം ഇയാൾ കേരളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയിട്ട് തന്നെ അയാൾ 4-5 വർഷം മാത്രമേ ഉള്ളൂ. ഈ 4-5 വർഷം കൊണ്ട് ഇയാളെ ഏതെല്ലാം പദവികളിൽ എത്തിച്ചു ഇയാളുടെ ഗോഡ് ഫാദേഴ്സ്. അവരും മറുപടി പറയണ്ടേ. ഇയാൾ മാത്രം പറഞ്ഞാൽ പോലും ഇയാളുടെ രാജിയേക്കാൾ ഉപരിയായിട്ട് പ്രതിപക്ഷ നേതാവിന്റെ രാജി ആണ് കേരളം ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്നത്. കാരണം എന്തുകൊണ്ടാ, 3.5 വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി, അയാളുടെ കുടുംബസുഹൃത്തും മകളെ പോലെ കാണുന്ന ഒരു പെൺകുട്ടി ഈ പ്രതിപക്ഷ നേതാവിന് ഇയാളെ കുറിച്ച് പരാതി കൊടുത്തതിന് ശേഷം ആ പരാതി പരിഹരിച്ചില്ല. അത് മാത്രമല്ല, കഴിഞ്ഞ ഫെബ്രുവരിയിലും അയാൾ അശ്ലീല സന്ദേശങ്ങൾ അയച്ചു. തന്നെയുമല്ല, പ്രതിപക്ഷ നേതാവ് ചെയ്ത ഗുരുതരമായ തെറ്റെന്താ, അതീവ ഗുരുതരമായ തെറ്റെന്താ, ഇയാളെ യൂത്ത് കോൺഗ്രസിന് പ്രസിഡന്റ് ആക്കി, ഡ്യൂപ്ലിക്കേറ്റ് IDs ഉണ്ടാക്കിക്കൊണ്ട് പിന്നെ ഇയാളെ പാലക്കാട് നിന്ന് MLA ആക്കി. അപ്പൊ ആദ്യത്തെ കുറ്റവാളിയും കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ മറുപടി പറയേണ്ട ആരാ? ഈ സാക്ഷാൽ പ്രതിപക്ഷ നേതാവാണ്. ഇയാളൊരു പെർവേറ്ററായ ഒരാളാണെന്ന്, ഇയാളെ ഒരു കാരണവശാലും പിന്തുണയ്ക്കാൻ പാടില്ല എന്നും ഗൾഫ് ആസ്ഥാനമായിട്ടുള്ള ഒരു പെൺകുട്ടി ഇന്ന് മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാളുടെ തന്നെ പാർട്ടി പ്രവർത്തിക്കുന്ന വേറൊരു പെൺകുട്ടി പറഞ്ഞതായിട്ട്. ആ ഷാഫി പറമ്പിനോടാ പറഞ്ഞേ. അതേ ഷാഫി പറമ്പിൽ എന്നിട്ട് ഇയാൾക്ക് വേണ്ടിയിട്ട് സകല ഒത്താശകളും ചെയ്തു കൊടുക്കുമായിരുന്നു. അപ്പൊ നമ്മുടെ കേരളീയ പൊതുസമൂഹത്തിന് അതിന്റെ വലിയൊരു ഭീഷണിയായി ഇയാളെ വളർത്തിക്കൊണ്ടുവന്ന് കോൺഗ്രസിന്റെ ഇത്തരം നേതാക്കളാണ് കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടത്. അതിനുള്ള മറുപടി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ VD സതീശനോടൊക്കെ ആ മറുപടി ജനങ്ങൾ ചോദിക്കും. അതിനുള്ള മറുപടി അവിടുന്ന് കിട്ടുകയും ചെയ്യും. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്ത് പറയുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരുപാട് ക്രിമിനലുകളെയും അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്ന ഒരുപാട് എണ്ണത്തിനെ കേരളം ജന്മം നൽകിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞൊരു വേർഡ് ചരിത്രത്തിൽ കേരളത്തിൽ ജനിച്ച ഏറ്റവും വൃത്തികെട്ട ജന്മമായിട്ട് തന്നെ കണക്കാക്കും. ഇയാൾ പറഞ്ഞൊരു വാക്ക് കേരളത്തിലെ ഏതാണ്ട് ഇപ്പൊ തന്നെ 5 കോടിയോളം ജനങ്ങള് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് പിന്നിലൂടെ വിശപ്പടക്കിയിട്ടുണ്ട്. ഞാനും ആ പൊതിച്ചോറ് പങ്കാളിയാണ്. ഒരു മാസത്തിൽ 1 പ്രാവശ്യം വെച്ച് നമ്മളെല്ലാവരും അത് തന്നെയാണ്. ആ പൊതിച്ചോറ് കൊടുക്കുന്നതിനെ കുറിച്ച് ഇയാൾ പറഞ്ഞെന്താ, 7 വർഷം കൊണ്ട് ഡിവൈഎഫ്ഐ കാരൻ എന്നൊക്കെ ഇയാൾ പറയുന്നത്, കാരൻ കൊടുക്കുന്നത് ചെയ്യുന്നൊരു പൊതിച്ചോറ് മാത്രമാണ്. ആ പൊതിച്ചോറിന്റെ പിന്നിലും അസന്മാർഗിക അശ്ലീല പ്രവർത്തനങ്ങളുണ്ടെന്നാണ് ഇയാള് വളരെ പരസ്യമായിട്ട് പറയാം. അന്ന് ഇയാളെ കയ്യാമം വെച്ച് അകത്തിട്ടുണ്ടാ. ഒന്ന് ആലോചിക്കൂ, അയാൾ ആക്ഷേപിച്ചത് ആരെയാണ്? ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ പ്രവർത്തിക്കുന്നത് നിത്യേനയാണ് കൊടുക്കുന്നത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുക്കുന്നത്. അതല്ല റജി ലൂക്കോസ്, ഒരുപക്ഷെ ഡിവൈഎഫ്ഐ സംബന്ധിച്ച് പൊതിച്ചോറിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് തികച്ചും സാമൂഹ്യപരമായ കാഴ്ചപ്പാടാണ്. അതൊരു മനുഷ്യത്വപരമായ കാഴ്ചപ്പാടാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ച് ഇതൊരു കോഴിക്കണ്ണാണ്, കുറുക്കൻ്റെ കണ്ണാണ്. അതാണ് ഈ പൊതിച്ചോറിൽ പോലും ആ ഒരു കണ്ണ് കാണാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞതും അങ്ങനെ ഒരു പ്രസ്താവന നടത്തുകയും ചെയ്തത്. തീർച്ചയായിട്ടും അയക്കല്ലേ അങ്ങനെ പറയാൻ പറ്റുന്നില്ല. കാരണം അതിൽ അയാളുടെ എക്സ്പേർട്ടാ. അത് തന്നെയല്ല, അയാൾ ആക്ഷേപിച്ചിരിക്കുന്ന ആരെയാണ്? ലക്ഷക്കണക്കിന് വരുന്ന യുവാക്കളല്ലേ അയാൾ ആക്ഷേപിച്ചിരിക്കുന്നത്. അതിനുള്ള മറുപടിയൊക്കെ കിട്ടാതിരിക്കുമോ? എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് അതല്ല. ഞാനിവിടെ കൂടി പങ്കെടുത്ത ഒരു ചർച്ചയിൽ ഇയാൾ പറഞ്ഞ വാക്കുകൾ, ഞാനന്ന് ഇയാളെ വീട്ടിൽ കയറ്റാൻ കൊള്ളിയാലെന്ന് തന്നെ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മുടെ ധീരജ്, കണ്ണൂർക്കാരനായ ഇടുക്കിയിലെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടി, കേവലം 20 വയസ്സുള്ള ധീരജിനെ ഒറ്റ കുത്തിന് കൊന്ന വിഷയത്തിന്റെ സെക്കൻഡ് ഡേയിൽ ചർച്ചയ്ക്കിരിക്കുമ്പോൾ ഇയാള് വന്ന് പറഞ്ഞ വാക്കുകള് വാസ്തവം പറയുകയാണെങ്കിൽ നമ്മളെയൊക്കെ അങ്ങ് അലോരസപ്പെടുത്തി. ഇയാൾ എത്ര വൃത്തികെട്ട രീതിയിലാണ് കൊലപാതകത്തെ ന്യായീകരിച്ചെന്നറിയോ? ഇയാള് ശരിക്കും ബോൺ ക്രിമിനലാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. ബോൺ ക്രിമിനൽ എന്ന് പറഞ്ഞാൽ ബോൺ ക്രിമിനൽ. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും പ്രാദേശിക തലങ്ങളിൽ പോലും ഇതുപോലൊരു കൊടും ക്രിമിനലിന് ജന്മം കൊടുത്തിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇയാൾ രാജിവെച്ചാൽ ഇല്ലെങ്കിൽ പോലും ഈ മനുഷ്യന്റെ പേര് തന്നെ കേരളം അറപ്പോടെയും ഭയത്തോടെയും കാണത്തുള്ളൂ. അതിക്ക് രാജിവെക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം അയാളുടെ രാജി അനിവാര്യമായി മാറിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കാരണം VD സതീശനാണ് ഇയാളെ പാലുകൂട്ടി വളർത്തിയത്. അപ്പൊ ഇയാൾ രാജിവെച്ചില്ല എങ്കിൽ VD സതീശന്റെ രാഷ്ട്രീയ ഭാവി തുലാസിലായി. ഇപ്പൊ തന്നെ കേരളത്തിലെ ജനങ്ങൾ VD സതീശൻ മറുപടി പറയത്തക്ക രീതിയിൽ ഒരുപാട് ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇയാളെ സംബന്ധിച്ച് ഇപ്പൊ ഇന്ന് മിക്കവാറും രാജിവെക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയുന്നത്. കാരണം കോൺഗ്രസിൽ എന്ത് പറഞ്ഞാലും യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒക്കെ കുറെ നല്ല ആളുകളുണ്ട്. അവർക്കെല്ലാം അപമാനമായി മാറി ഈ മനുഷ്യൻ. ഇയാൾ ആരെയൊക്കെയാണ് ഇയാൾ വെട്ടി നിർത്തിയത് എന്ന് ആലോചിച്ച് നോക്കിയേ.
ഇയാള് ചവിട്ടി മെതിച്ച് ഒരു മതയാനയെ പോലെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ആരെയും എന്തു ധിക്കാരവും പറയാവുന്ന രീതിയിൽ കേരളത്തിന്റെ ബഹുമാനപ്പെട്ട പിണറായി വിജയനെ PV എന്നുള്ള അർത്ഥം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന വെച്ചാൽ പ്രശ്നമുണ്ട്. ആ വാക്ക് രണ്ടാമത് ഞാൻ ഈ ചാനലിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത്രയ്ക്കും മോശമായ രീതിയിലാണ് പ്രതികരിച്ചത്. അതിനുള്ള ശിക്ഷ കാവ്യനീതി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ. കാവ്യനീതി ഒന്നുമല്ല, സഡൻ ആക്ഷനാണ് കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് അയാളെ വെറുക്കാത്ത ഒരു മനുഷ്യനൂടെ ഉണ്ടോ? അയാളെ അനുകൂലിക്കുന്ന ആരുണ്ടെങ്കിലും ഇതുപോലത്തുള്ള ക്രിമിനൽ മാനസികാവസ്ഥയുള്ളവർ മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെ പലരും പല മാന്യന്മാരും ഇപ്പൊ ജിന്നോ ജോണിനെ പോലുള്ളവരും അതുപോലെ തന്നെ TN പ്രതാപനെ പോലുള്ളവരും പിന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയെ പോലുള്ള പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാക്കളെല്ലാം ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞ ഇയാളെ പുറത്താക്കണം, ഇയാൾ ഈ പാർട്ടി നിൽക്കാൻ യാതൊരു യോഗ്യതയില്ല, തൊണ്ടയിൽ പുഴുത്തത് തുപ്പിക്കളയണമെന്ന് പറഞ്ഞതിനപ്പുറം എന്തൊരു വേടാണ് അല്ലെ എന്തൊരു പ്രൈസാണ് ഇയാൾക്കെതിരെ ഇനി രാഷ്ട്രീയ നേതാവ് കോൺഗ്രസ് നേതാവ് പ്രയോഗിക്കാനുള്ളത്. അത് ജിൻഡോ ജോൺ പറഞ്ഞു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയുടെ ഒരു കാര്യം ഉറപ്പായി കഴിഞ്ഞു. ആര് ഏതെല്ലാം രീതിയിൽ കേരളത്തിന്റെ വികസനത്തെയും മനുഷ്യത്വപരമായിട്ടുള്ള സമീപനത്തെയും അതുപോലെ തന്നെ കേരളത്തിന്റെ കൈത്താങ്ങുവിനെയും അധിക്ഷേപിച്ചു വന്നോ അവർക്കെല്ലാം ജനങ്ങൾ എന്താ നിമിഷങ്ങൾക്കുള്ളിൽ മറുപടി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്ത്. ഈ രാഹുൽ മാങ്കൂട്ടത്ത് പറഞ്ഞ വാക്ക് ഉച്ചരിക്കാൻ നമുക്ക് ലജ്ജ തോന്നുന്നു, നമുക്ക് അറപ്പ് തോന്നുന്നു. പിന്നെ ഇവർ പറയുന്ന വേറൊരു ന്യായീകരണം എന്നെ അത്ഭുതപ്പെടുത്തിയത്, മുകേഷ് രാജിവെച്ചിട്ടാണ് 2ാം സ്ഥാനത്ത് ഇയാൾ രാജിവെക്കുന്നത്. എന്തൊരു വിഡ്ഢിത്തരമാണ് ഈ കമ്പാരിസൺ. കാരണം മുകേഷിനെതിരെ വന്ന പരാതിയായിട്ട് വന്ന സ്ത്രീ ഇപ്പോൾ പോക്സോ കേസിൽ പ്രതിയാ. അവരൊരു തെളിവ് അവർക്ക് ഹാജരാക്കാൻ പറ്റിയിട്ടില്ല. അവരുടെ ഒരു കുലത്തൊഴിലാണ് ഇതുപോലെ ആൾക്കാരെ ആക്ഷേപിക്കുക എന്നുള്ളത്. അങ്ങനെയാണോ ഇയാളെ സംബന്ധിച്ചോളം? 8 പെൺകുട്ടികൾ വിശ്വരായിട്ട് വന്ന് തങ്ങളെ ഉപദ്രവിച്ചു, തങ്ങളുടെ ജീവിതം തകർത്തു, നാട്ടിൽ നിൽക്കാൻ പാടില്ല, ഇയാൾക്കെതിരെ പരാതി കൊടുക്കാൻ ഭയമാണ്, അയാളുടെ ചുറ്റും നിൽക്കുന്ന കുറെ ക്രിമിനൽസ് ഞങ്ങളുടെ കുടുംബത്തെ നശിപ്പിക്കുന്ന ഭയം. ഇതൊക്കെ കേട്ട നമ്മൾ ഒന്ന് ആലോചിച്ചു. കേരളത്തിലാണ് ഇതൊക്കെ കേൾക്കേണ്ടതെന്ന് നമ്മുടെ പെൺകുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്നുള്ളത് നമ്മളെയൊക്കെ വല്ലാതെ അലോസരപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അശ്ലീലത്തിനെ ഇനിയും രാജിവെപ്പിക്കാതെ മുന്നോട്ട് കൊണ്ടുപോയാൽ കേരളത്തിലെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് പോലും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് ഇനി ഭാവിയിൽ നിലനിൽക്കാൻ പറ്റുമെന്ന് എനിക്ക് ശരി തോന്നുന്നില്ല. ശ്രീ റെജി ലൂക്കോസ്, എന്തായാലും തുടരുക.